ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുണ്ടകൾ മീനാക്ഷിയെയും അർച്ചനയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താ എന്ന് പറഞ്ഞ് കരയുകയാണ് അർച്ചനയും മീനാക്ഷിയും. അപ്പോൾ ആ മജീഷ്യന്റെ വേഷത്തിൽ ജോക്കറിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നയാൾ പറയുന്നുണ്ട്, തരാം തരാം, അല്ലെങ്കിലും എനിക്കെതിരെ ഈ കുഞ്ഞുങ്ങളെ, പണം തന്നാൽ കുഞ്ഞുങ്ങളെ തിരിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. ബട്ട് നിങ്ങൾ എന്നെ കബളിപ്പിച്ചു. ബാഡ്, വെരി ബാഡ്. അപ്പോൾ അർച്ചന പറയുന്നു, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചിട്ടില്ല. ആ ബാഗിൽ പണം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമാ ഞങ്ങൾ പറയുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. സോ അതിബുദ്ധി കാണിക്കരുത്. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടുകാർ പണം ഇവിടെ എത്തിച്ചിരിക്കണം. നിങ്ങൾ കുട്ടികളുമായി വീട്ടിലേക്ക് മടങ്ങാം. ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ ജീവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല. തൽക്കാലം നിങ്ങൾ ഇവിടെ കിടക്ക്. കുട്ടികളെ കണ്ടില്ലേ? എന്റെ മാജിക് തീർന്നിട്ടില്ല. നിങ്ങളുടെ ഈ കുട്ടികളാണ് എന്റെ അടുത്ത മാജിക്കിനുള്ള പ്രോപ്പർട്ടി എന്ന് അയാൾ പറയുമ്പോൾ അർച്ചനയും മീനാക്ഷിയും ഞെട്ടുകയാണ്. ഈ കുട്ടികളെ വെച്ച് ഞാൻ നടത്തുന്ന മാജിക് ഇവരുടെ വിധി നിർണ്ണയിക്കും. 1 മണിക്കൂർ മാജിക് തീരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പണം എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ മാജിക്കിനിടയിൽ നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും. എന്റെ ഈ വാളിൽ ചോര പുരളും എന്നയാൾ പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട്, അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട്. ഫോൺ എടുത്ത് ആ മജീഷ്യൻ നെല്ലിശ്ശേരിയിലേക്ക് വിളിച്ച് ഫോൺ സ്പീക്കറിലിട്ട് അർച്ചനയോട് സംസാരിക്കാൻ പറയുകയാണ്. വിത്തിൻ 1 അവർ പണവുമായി വരാൻ പറയും എന്നും അർച്ചനയോട് പറയുന്നുണ്ട്. അച്ഛാ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അവരാവശ്യപ്പെടുന്ന പണം കൊടുക്കണം. അച്ഛാ, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. ആരുടെയെങ്കിലും കയ്യിൽ പണം കൊടുത്തയക്കണം. ഇല്ലെങ്കിൽ ഇയാൾ എന്റെ മോളെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറയുകയാണ് അർച്ചന. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് സേതുമാധവൻ. അപ്പോൾ അവിടേക്ക് അവന്തിക വരുന്നുണ്ട്. അങ്ങനെ സേതു ഇപ്പോൾ അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്തികയോട് പറയുകയാണ്. അവന്തികയും തിരിച്ച് എന്തൊക്കെയോ സേതുവിനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് സ്നേഹയും വരുന്നു. ആദ്യം പണം കൊടുത്ത് അയച്ചതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും പണം കൊടുത്ത് അയക്കുന്നേ? ഇതിൽ എന്തോ ഒരു കളിയുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു, എന്ത് കളി? ആദ്യം കൊടുത്തയച്ച പണം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് വേറെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ അവർ കുഞ്ഞിനെ കൊല്ലും. പണത്തിനേക്കാൾ കുഞ്ഞുങ്ങളുടെ ജീവനല്ലേ നമുക്ക് വലുത്, അല്ലേ അച്ഛാ എന്നൊക്കെ പറയുകയാണ് അവന്തിക. അങ്ങനെ സേതു ആലോചിക്കുകയാണ്. എന്നിട്ട് പണവുമായി പോകാൻ ഞാൻ തീരുമാനിച്ചു എന്ന് സേതു പറയുമ്പോൾ സ്നേഹ ഞെട്ടുന്നുണ്ട്. ഈ വയ്യാത്ത അവസ്ഥയിൽ പണവുമായി അച്ഛൻ അവിടെ പോകാനോ? അവിടെ ആ ബഹളത്തിനിടയിൽ പോയാൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, ആര് പോകും? ഇത് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ പോകാമെന്ന്. ശരി, ഞാൻ പോയി പണം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുന്നു. അപ്പോൾ അവന്തിക നല്ല സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ആ പൈസ അവന്തികയ്ക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ഇപ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മാജിക്കാരൻ മീനാക്ഷിയുടെ വീട്ടിലേക്കും വിളിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയും കാര്യങ്ങളെല്ലാം രാജലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇനിയെല്ലാം തീരുമാനിക്കുന്നത് മാജിക്കാണ്. അങ്ങനെ ഇപ്പോൾ മാജിക് തുടങ്ങാനായി അയാൾ പോകുന്നു. അങ്ങനെ അവന്തികയുടെ കയ്യിൽ സേതു പണം കൊടുത്തു വിടുകയാണ്. അവന്തിക പണവുമായി പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർച്ചനയും മീനാക്ഷിയും ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കത്തി കിടക്കുന്നത് കാണുന്നു. അങ്ങനെ അവിടെ നിന്നും നിരങ്ങി പോയി മീനാക്ഷി ആ കത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് കാലുകൊണ്ട് അർച്ചനയുടെ കയ്യിലെ കെട്ട് മുറിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മാജിക് നടക്കുന്നിടത്ത് കാർത്തിയും ടീമും എത്തുന്നു. അതുപോലെ തന്നെ സച്ചിൻ സന്ദീപും അവിടേക്ക് എത്തുന്നുണ്ട്. അവർ ആ പർദ്ദയുടെ മുഖത്തെ മൂടി മാറ്റുന്നു. കുട്ടികളെ ഒരു പെട്ടിയിലേക്ക് കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് വാൾ ഉപയോഗിച്ച് ആ പെട്ടിയിൽ കൂടി വാൾ കടത്തിവിടുന്നു. കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യുന്നത് കണ്ട് ടെൻഷനായി സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സന്ദീപ് കയ്യിൽ പിടിച്ച് തടയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, തൽക്കാലം നമ്മൾ ഇടപെടണ്ട, കാർത്തിക്കും ടീമും നോക്കിക്കോളും. ഇപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കിയാൽ അത് കുഞ്ഞിന്റെ ജീവന് കൂടുതൽ ആപത്താകും. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ചിലപ്പോൾ അവർ കുഞ്ഞുങ്ങളെ കൊല്ലും. കുഞ്ഞുങ്ങൾ ഇപ്പോൾ അയാളുടെ കസ്റ്റഡിയിലാ. ഇവിടെ ബുദ്ധിപൂർവ്വം വേണം പെരുമാറാൻ. ഇതൊരു മാജിക്കാ, എല്ലാവരുടെയും കണ്ണ് കെട്ടുന്ന മാജിക്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ കുട്ടികൾ മരിക്കും. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന് സന്ദീപ് പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് അവന്തികയും സാവിത്രിയും പണമായി എത്തുന്നു. എന്നിട്ട് അവന്തിക പറയുന്നു, പണവുമായി നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, സമയമാകുമ്പോൾ അവർ തന്നെ വന്ന് വാങ്ങിക്കോളും എന്ന്. അങ്ങനെ അർച്ചനയും മീനാക്ഷിയും കെട്ടൊക്കെ അഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് മാജിക് നടക്കുന്നിടത്തേക്ക് ഓടിയെത്തുന്നു. ആ കാഴ്ച കണ്ട് പേടിച്ച് നിൽക്കുകയാണ് അവർ. സച്ചിയും സന്ദീപും കാർത്തികും എല്ലാം അതേ അവസ്ഥയിൽ തന്നെയാണ്. ആ മജീഷ്യൻ അങ്ങനെ കത്തി തിരിച്ച് വലിച്ചു ഊരുന്നുണ്ട്. ഊരിയ കത്തിയുടെ തുമ്പിൽ രക്തത്തിന്റെ അംശമുണ്ട്. എടാ എന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ കാർത്തിയും സച്ചിയും ഒക്കെ അവിടെ എത്തി അവരെ തല്ലി ഒതുക്കുകയാണ്. എന്നിട്ട് ആ കത്തി എടുത്ത് ആ മജീഷ്യന്റെ കഴുത്തിൽ വെച്ചിട്ട്, നീ എന്താണ് ഞങ്ങളുടെ കുഞ്ഞിന് ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട് അവർ. സച്ചിയേട്ടാ, പെട്ടി തുറക്കാൻ പറ, ഞങ്ങളുടെ കുഞ്ഞ്
എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി അയാളോട് പെട്ടി തുറക്കാൻ പറയുന്നു. അങ്ങനെ അയാൾ പെട്ടി തുറന്ന് കാണിക്കുമ്പോൾ അതിൽ കുട്ടികളില്ല. കുട്ടികൾ എവിടെ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അവന്തികയും സാവിത്രിയും വന്ന് അതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണണോ എന്ന് ചോദിച്ചു ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അയാൾ. അപ്പോൾ ഉയരം കൂടിയ ഒരു സ്ഥലത്ത് ജോക്കേഴ്സിന്റെ മുഖം മൂടി അണിഞ്ഞവരുടെ കയ്യിലിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. അർച്ചനയും മീനാക്ഷിയും ഇത് കണ്ട് അവിടേക്ക് ഓടിപ്പോകുന്നു. ആര് ചെന്നാലും കുട്ടികളെ കിട്ടില്ല. എനിക്ക് പണം കിട്ടിയെങ്കിൽ മാത്രമേ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ അവർ ആ കുഞ്ഞിനെ താഴെ എറിഞ്ഞു കൊല്ലും. ഞാൻ പറയുന്ന സ്ഥലത്ത് പണം വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയും കാർത്തികും അവന്തിയുടെയും സാവിത്രിയുടെയും കയ്യിൽ നിന്ന് പണം മേടിച്ചു കൊണ്ടു കൊടുക്കാൻ ഒരുങ്ങുന്നു. കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ആരും പോകരുത്. അങ്ങനെയായാൽ കുട്ടികളെ താഴേക്ക് വലിച്ചെറിയും എന്നും പണം ആ ഡസ്റ്റ്ബിന്നിൽ വെച്ചിട്ട് എല്ലാവരും പാർക്കിന് പുറത്തു പോകണം. ഗേറ്റിനരികിലേക്ക് പോകുന്ന സമയം കുട്ടികളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അയാൾ. അങ്ങനെ സച്ചിയും കാർത്തിക്കും ഡസ്റ്റ്ബിന്നിൽ പണം ഇടുന്നു. ആ സമയം മുകളിൽ നിന്ന് ജോക്കേഴ്സ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷെ അർച്ചനയും മീനാക്ഷിയും അവിടെ പോയി നോക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളല്ല, അത് പാവകളായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മീനാക്ഷി പറയുന്നു. കുഞ്ഞുങ്ങളെ കിട്ടാതെ പണം കൊടുക്കല്ലേ എന്ന് അർച്ചന വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക്കും സച്ചിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ 2-3 ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ തല്ലി ഒതുക്കി ബാഗ് അവന്തികയുടെയും സാവിത്രിയുടെയും കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് കാർത്തി. ആ മാജിക്കാരനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് സന്ദീപും സച്ചിയും. പക്ഷെ പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. അവന്തികയുടെയും സാവിത്രിയുടെയും കയ്യിൽ നിന്ന് പണവും അപ്രത്യക്ഷമാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക ആരും കേൾക്കാതെ അയാളെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. സംഭവം അസലായിട്ടുണ്ട്. എന്തായാലും വേഗം തന്നെ അർച്ചനയുടെ കുഞ്ഞിനെ തീർത്തേക്കാൻ പറ. എന്നിട്ട് പണവുമായി രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് അവന്തിക. ഇതെല്ലാം തന്നെ അവന്തികയുടെ പ്ലാൻ ആയിരുന്നു. കുട്ടികളെ തിരക്കിയപ്പോൾ അർച്ചനയും മീനാക്ഷിയും ഒരു കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒഴിഞ്ഞ ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം. അതിനകത്ത് ആ മജീഷ്യൻ ഇരുന്ന് ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അർച്ചനയുടെയും മീനാക്ഷിയുടെ മുന്നിലേക്ക് അയാൾ വരുന്നു. പണം തന്നാൽ കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയാണ്? അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അർച്ചന. ഇയാളൊരു ചതിയനാണ്. പണം കിട്ടിയാൽ കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞ ചതിയൻ. വാ നമുക്ക് പോയി കുഞ്ഞുങ്ങളെ കണ്ടെത്താമെന്ന് മീനാക്ഷി പറയുമ്പോൾ അയാൾ പറയുന്നു, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നിങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഐ ആം ദി ഗോഡ്. അവരുടെ ആയുസിന്റെ നീളം നിശ്ചയിക്കുന്നത് ഇനി ഞാനാണ്. അവർക്ക് ഈ സുന്ദരമായ ലോകം കാണാനും കേൾക്കാനും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നും അയാൾ പറയുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പാവയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുമ്പോൾ ഇത് കേട്ട് അർച്ചനയും മീനാക്ഷിയും ഞെട്ടുന്നു. ഈ സമയം സച്ചിയും സന്ദീപും കാർത്തിക്കും ഒക്കെ അവിടേക്ക് വരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന പറയുകയാണ് സച്ചിയോട്. ഇത് കേട്ട് അയാളെ അടിച്ചൊതുക്കുകയാണ് അവർ എല്ലാവരും. അങ്ങനെ അയാൾ മുഖം മൂടി മാറ്റിക്കൊണ്ട് ചിരിക്കുകയാണ്. അർച്ചനയും മീനാക്ഷിയും കുട്ടികളെ രക്ഷപ്പെടുത്തി അവിടെ നിന്നും ഓടുന്നു. കുറച്ച് ഓടുമ്പോൾ ആ ബോംബ് പൊട്ടുകയാണ്. ഇവനൊരു പണിയും വൃത്തിയായി ചെയ്യാൻ അറിയില്ലല്ലോ, എല്ലാം നശിപ്പിച്ചു ഛേ എന്നൊക്കെ ദേഷ്യപ്പെട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. ശേഷം കാണിക്കുന്ന ACP സഹീറയാണ്. പോലീസുകാർ പാർക്കിൽ നിൽക്കുന്നതിന് അവരെ വഴക്ക് പറയുകയാണ് ACP. കാണാതായ കുഞ്ഞിനെ കണ്ടെത്താൻ കോടതി പോലീസിനെയാണ് നിയോഗിച്ചത്. അതിനു പകരം മാഡം തന്നെ അതിന് തുനിഞ്ഞിറങ്ങിയാൽ ഞങ്ങൾ പാവം പോലീസുകാരുടെ പണി ഇല്ലാതാകും എന്നൊക്കെ കളിയാക്കി പറയുകയാണ് ACP. ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് അവന്തിക. എന്നാൽ അതിനുശേഷം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ACP. അങ്ങനെ ഇപ്പോൾ ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ACP. ഇപ്പോൾ അവിടേക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് വരുന്നുണ്ട്. എന്നിട്ട് ACP പറയുന്നു, കുഞ്ഞിനെ ഇവർക്ക് കൈമാറണമെന്ന്. ഇവർക്കോ? ആരെ ഇവര് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. ശിശുക്ഷേമ സമിതി. മാതാപിതാക്കൾ ഇല്ലാത്തതോ തർക്കത്തിൽ നിൽക്കുന്നതായ കുട്ടികളെ സർക്കാർ ഏൽപ്പിക്കുന്നത് ഇവർക്കാണ് എന്ന് ACP പറയുന്നു. കുഞ്ഞിനെ കൊടുക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അർച്ചന. പക്ഷെ അവർ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. അർച്ചനയാണെങ്കിൽ കരച്ചിൽ തന്നെയാണ്. സച്ചി അർച്ചനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ കുഞ്ഞിനെയും അവരുടെ യഥാർത്ഥ അമ്മ വന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും കരയുകയാണ്. ACPയും പോകുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ